തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ KSRTC ബസ് തടഞ്ഞിട്ട സംഭവം പ്രതിപക്ഷത്തിന്റെ നിലപാടെന്ത്? കോവളം MLA അഡ്വക്കേറ്റ് M. വിൻസെന്റ് VMTVയോട് പ്രതികരിക്കുന്നു. മേയർ ആര്യ രാജേന്ദ്രന്റെ ഒരു വാഹനം തടഞ്ഞതുമായി ബന്ധപ്പെട്ട് ഏറെ കത്തി നിൽക്കുന്ന ഒരു വിവാദമാണ്. അപ്പോൾ അത് ശരിക്കും ആ വാഹനത്തിലെ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതായിട്ടാണ് ഏറ്റവും പുതിയ വന്ന വിവരം. എന്താണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്? മെമ്മറി കാർഡിനുള്ളിലാണ്. അതിനു മുമ്പ് ആ ബസ്സിലൊരു യാത്രക്കാരൻ ഈ സംഭവം മുഴുവനും റെക്കോർഡ് ചെയ്തിരുന്നു. ആ റെക്കോർഡ് ചെയ്ത് ആ നിമിഷം തന്നെ ഡിലീറ്റ് ചെയ്യണമെന്ന് മേയറും MLAയും കൂടി ഹസ്ബൻഡ് MLA കൂടി ആവശ്യപ്പെടുകയാണ്. ഈ ആവശ്യപ്പെട്ട് ആ പാവം അതിനെ മുഴുവനും ഡിലീറ്റ് ചെയ്യുന്നു മാത്രമല്ല ആ ത്രാഷിൽ നിന്ന് പോലും അതിനെ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് ബസ്സിനുള്ളിൽ മൊബൈൽ CCTV ഉണ്ടെന്നും ഇവർ മനസ്സിലാക്കുകയും അതിനുശേഷം സച്ചിൻ ദേവ് MLA ഡ്രൈവറോട് ഡോർ തുറക്കാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം ഡോർ തുറന്നു കൊടുത്തു. അതിനകത്ത് കയറിയിട്ടാണ് CCTVയുടെ കാര്യങ്ങളെല്ലാം പരിശോധിക്കുന്നതും പിന്നെ അവിടെ നിന്ന് യാത്രക്കാരോട് ഇനി ഈ ബസ് പോവില്ല, നിങ്ങളെല്ലാം ഇറങ്ങി പോകണം, ഡ്രൈവറെല്ലാം പോകണം എന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. ഇതിനുശേഷം 4 മണിക്കൂർ ആ വണ്ടി അവിടെ കിടന്നു. ഈ 4 മണിക്കൂർ വണ്ടി അവിടെ കിടന്നു. ആ സമയത്ത് ഈ മെമ്മറി കാർഡ് നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അടുത്ത ദിവസം ബസ് സ്റ്റാൻഡിൽ പരിശോധിച്ച ആളുകൾക്ക് ആ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതായി മനസ്സിലായിരുന്നു. പോലീസ് അത് കഴിഞ്ഞിട്ടാണ് പോലീസ് വന്ന് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട തെളിവുകൾ വീണ്ടെടുക്കേണ്ട ഉത്തരവാദിത്വം പോലീസിനുണ്ട്. ആ ഉത്തരവാദിത്വം പോലീസ് നിർവഹിക്കാതെ ഭരണകക്ഷി MLAയും മേയറേയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാടാണ് പോലീസ്. ഈ KSRTC ഡ്രൈവറുടെ വിഷയത്തിൽ ആദ്യഘട്ടത്തിൽ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഒരു ഡ്രൈവർക്ക് അനുകൂലമായ ഒരു ഇതാണ് സ്വീകരിച്ചത്. പിന്നീട് ഡ്രൈവർക്കെതിരെ വരുന്ന ഒരു സാഹചര്യവും കണ്ടു. എന്താണ് ശരിക്കും? അപ്പോൾ തന്നെ എനിക്കറിയാമായിരുന്നു സർക്കാരിൻ്റെ ഒരു സംവിധാനത്തിൽ നിന്നും ഡ്രൈവർക്ക് ഒരു പിന്തുണയും കിട്ടില്ല എന്നറിയാമായിരുന്നു. പക്ഷെ പൊടുന്നനെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണമായിരുന്നു, യഥാർത്ഥത്തിലുള്ള ഒരു പ്രതികരണമായിരുന്നു. പിന്നീട് ഈ പോലീസിനെ കൈയും കാലും കെട്ടിയതുപോലെ KSRTC അധികൃതരെ കെട്ടിയതുപോലെ ഗണേഷ് കുമാറിനും കൃത്യമായ നിർദ്ദേശം ഭരണത്തിലെ ഏറ്റവും ഉന്നതന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ആരായിരിക്കും അയാൾ? മുഖ്യമന്ത്രിയുടെ അല്ലാതെ പോലീസ്. ഇവിടെ സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. ഒരു കോഗ്നൈസബിൾ ഒഫൻസ് നടന്നു എന്നുള്ള ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരു അന്വേഷണവും നടത്താതെ FIR രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞു. അതിവിടെ ചെയ്തിട്ടില്ല. അങ്ങനെ ആരെങ്കിലും FIR രജിസ്റ്റർ ചെയ്യാതിരുന്നാൽ ആ ഉദ്യോഗസ്ഥൻ്റെ തന്നെ നടപടി എടുക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നിലനിൽക്കുകയാണ് ഭരണകക്ഷി MLAയും ഇവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കും. MLAക്കെതിരെ ശരിക്കും നടപടി എടുക്കേണ്ടതല്ലേ? എല്ലാവർക്കും എതിരെ കേസെടുക്കേണ്ടതല്ലേ? ബസ് പറഞ്ഞത് 100 കണക്കിന് കേസുകളാണ് ഇതുപോലെ KSRTC ജീവനക്കാരുമായി പൊതുജനങ്ങളും തമ്മിൽ ഉണ്ടായിട്ടുള്ളത്. അതിലെല്ലാത്തിനും ഇവിടുത്തെ സമീപനം ഇതിന് സ്വീകരിച്ചാൽ മാത്രം മതി. അതിലെല്ലാം പൊതുജനങ്ങൾക്കെതിരായിട്ടാണ് കേസെടുത്തിട്ടുള്ളത്. ശരിക്കും മേയറുടെ ഒരു പക്വതക്കുറവ് ഇതിനകത്ത് കാണുന്നുണ്ടോ? മേയറുടെ അവർക്കെല്ലാവർക്കും മേയർ മാത്രം ഒറ്റപ്പെടുത്തി കാണണ്ട. പൊതുവെ CPMൻ്റെ നേതാക്കന്മാർക്ക് വലിയൊരു അഹങ്കാരമാണ്. ഞങ്ങൾ ഭരണകക്ഷിയാണ്, ഞങ്ങളുടെ വിരൽത്തുമ്പിലാണ് ഈ ഭൂമി കറങ്ങുന്നത്, ഞങ്ങൾ തീരുമാനിക്കുന്നതാണ് നിയമം, ഞങ്ങൾ പറയുന്നതാണ് ചട്ടം എന്ന നിലയിലാണ് അവരുടെ പെരുമാറ്റം. അതല്ലെങ്കിൽ ഇവർക്കിങ്ങനെ അഥവാ ഇവർ പറഞ്ഞതുപോലെ ഡ്രൈവർ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കാമല്ലോ. ഒരു ഫോൺ വിളിച്ച് പറഞ്ഞാൽ പോരെ, കമ്മീഷണറോട് പറഞ്ഞാൽ പോരെ, അവർ ആക്ട് ചെയ്യില്ലേ? അപ്പോൾ അങ്ങനെ ചെയ്യാതിരുന്നത് ഒന്നുകിൽ പോലീസിലുള്ള വിശ്വാസത ഇല്ലാത്തതുകൊണ്ട്, അതല്ലെങ്കിൽ ഞങ്ങൾ നിയമത്തിന് അതീതരാണ് എന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ട്. അല്ല, ഈ വാഹനത്തിന് അതിനേക്കാളും വളരെ സ്പീഡിൽ റൈസ് ചെയ്ത് വന്ന് MLA ബസ്സിനോട് വൺവേ കറങ്ങി വന്നു എന്നാണ് പറഞ്ഞു കേട്ടത്. അല്ല, വളരെ സ്പീഡിലാണ് ഇത് കറങ്ങി വന്നിട്ടുള്ളത്. ബസ് അത്ര സ്പീഡിലല്ല. കാരണം 8:30 വരേണ്ട ബസ്സാണ് 10:30 വന്നിരിക്കുന്നത്. വളരെ കുറച്ച് അവിടെ നിന്ന് ഏകദേശം 1 മണിക്കാണ് തൃശ്ശൂരിൽ നിന്ന് ബസ് യാത്ര തിരിച്ചത്. ഇവിടെ എത്തിയത് 10:15 10:30 അപ്പം അത്രയും സ്പീഡാണല്ലോ അതിനകത്തുള്ളത്. അപ്പം ഇതേ മേയർ കഴിഞ്ഞ നമ്മുടെ രാഷ്ട്രപതിയുടെ ഒരു സന്ദർശനവുമായി ബന്ധപ്പെട്ട് വാഹന വ്യൂഹത്തിനിടയിലേക്ക് സ്വന്തം വാഹനം ഓടിച്ചു പോയി എന്നൊരു സംഭവം ഇടക്കാലത്തുണ്ടായി. റോൺവേ ആയിട്ട് വാഹന വ്യൂഹം പോകുന്ന പല വാർത്തകളും എല്ലാത്തിലേക്ക് റെസ്പോണ്ട് ചെയ്യുന്നില്ല.
പല വാർത്തകളും അങ്ങനെ വരുന്നുണ്ട്. ഇത് നിയന്ത്രിക്കാൻ പാർട്ടിക്ക് കഴിയില്ല എങ്കിൽ പാർട്ടിയും കൂടി ഇതിൽ പങ്കാളിയാണ്. പ്രതിപക്ഷം ഇതിനകത്ത് എന്താണ് നല്ലത്? അവിടെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് അന്വേഷണം എല്ലാം ആവശ്യപ്പെട്ട് കഴിഞ്ഞല്ലോ. ഞങ്ങൾ അന്വേഷണം ആവശ്യപ്പെട്ട് കഴിഞ്ഞു. ഡ്രൈവർ നിയമ നടപടിയായിട്ട് നീങ്ങുകയാണ്. സീസൺ 2 2024. വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും VMTV ന്യൂസ് ചാനലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ആശ്രയ സമ്മാന പെരുമഴയുടെ സീസൺ 2 2024 ഓഗസ്റ്റ് 25 ഞായറാഴ്ച പ്രമുഖരുടെ സാന്നിധ്യത്തിൽ തിരിതെളിയിക്കുന്നു. ആശ്രയ സമ്മാന പെരുമഴ സീസൺ 1-ൽ വിഘ്നേശ്വര ഗ്രാനൈറ്റ്സ് ഉടമയും ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗവുമായ ശ്രീ ഹർഷകുമാറും കുടുംബവും സൗജന്യമായി നൽകിയ ഭൂമിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഭവനരഹിതർക്കുള്ള ഭൂമിദാനത്തിന്റെ രേഖ കൈമാറുന്നു. അതോടൊപ്പം ഭാരതത്തിൽ ഉടനീളം ഭവനരഹിതരായ 100 പേരെ കണ്ടെത്തി വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള ഭാരിച്ച ഉത്തരവാദിത്വവും ആശ്രയ സമ്മാന പെരുമഴ സീസൺ 2-ൽ ഏറ്റെടുക്കുന്നു. VMTV ന്യൂസ് ചാനലിൽ പരസ്യം നൽകുന്നതോടൊപ്പം നിങ്ങൾ ഈ കാരുണ്യ പ്രവൃത്തിയിൽ പങ്കാളികളാവുകയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമാകണമെന്നും ഭാരതത്തിന്റെ മണ്ണിൽ ഭവനരഹിതർ ഉണ്ടാകരുതെന്നും ഒപ്പം ചികിത്സയും മരുന്നും അന്നവും വസ്ത്രവും തൊഴിലും ലഭ്യമാക്കണം എന്നുമുള്ള ഉറച്ച പ്രാർത്ഥനയോടുകൂടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും VMTV ന്യൂസ് ചാനലും ആശ്രയ സമ്മാന പെരുമഴ സീസൺ 2 എന്ന പേരിൽ ജനസമക്ഷം ഇറങ്ങി തിരിച്ചിരിക്കുന്നു. ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും അത്താണി ഒരുക്കുന്നതുവരെ സത്യവും വ്യക്തവും കൃത്യവുമായി എന്നും എപ്പോഴും VMTV ന്യൂസ് ചാനലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങൾക്കൊപ്പം.